കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി KVVES ആയഞ്ചേരി യൂണിറ്റ് ട്രേഡ് ഫെസ്റ്റ് 2025 കുടുംബസംഗമം സംഘടിപ്പിച്ചു. KVVES സംസ്ഥാന സെക്രട്ടറി PK ബാപ്പു ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയിലെ മറ്റെല്ലാ യൂണിറ്റുകൾക്ക് ഒരു മാതൃകയായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആയഞ്ചേരി യൂണിറ്റിനെ എപ്പോഴും ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പല ചർച്ചകളിലും പല വേദികളിലും ആയഞ്ചേരി യൂണിറ്റ് എന്നൊരു പേര് പൊങ്ങി വരാറുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ജനപ്രതിനിധികൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വിശാലമായ ഇത്രയും വലിയൊരു സ്വീകരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ആയഞ്ചേരിയിൽ ഈ ജനപ്രതിനിധികളെ നമ്മൾ ഇവിടെ ആനയിക്കുന്നത്. എനിക്ക് നേരത്തെ പരിചയമുള്ള ആസിയ ടീച്ചർ അടക്കമുള്ള നേതാക്കൾ ഞങ്ങളുടെ ഒരു അംഗം ഇവിടെ ഹാരിസ് മുറിച്ചാണ്ടി, അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗം കൂടിയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഉള്ള സാഹചര്യമല്ല ഉള്ളത്. നമ്മളെല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ രാഷ്ട്രീയം കച്ചവടമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ കച്ചവടമാണ് രാഷ്ട്രീയം. ആ കച്ചവട സ്ഥാപനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത് വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടി വരിക. എങ്കിലും നമ്മളുടെ ശബ്ദം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിയമസഭയിലും നമ്മുടെ ശബ്ദം ഉയരണം, നമ്മളുടെ ശബ്ദം അവിടേക്ക് എത്തിക്കണം. ഇത് കേരളത്തിൽ ഏകോപന സമിതി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ കോഴിക്കോട് ജില്ലയിൽ നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്ത്, സാധാരണഗതിയിൽ ഒരാൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ ബ്ലോക്കിലേക്കോ മത്സര രംഗത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഭയമായിരിക്കും, എൻ്റെ കട നഷ്ടപ്പെട്ടു പോകും, ഞാനിങ്ങനെ കോർപ്പറേഷനിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ പോയാൽ എൻ്റെ കടയ്ക്ക് എന്നെ നോക്കാൻ ആളുണ്ടാവില്ലല്ലോ. ആ സ്ഥിതിയിലേക്ക് പോകുമെന്ന ഭയമായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3 പേരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പ്രാവശ്യം 84 പേര് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 114 പേര് മത്സരിച്ചപ്പോൾ 84 പേരും വിജയിച്ചുകൊണ്ട് പല മുന്നണിയിലാണ്. ഏത് മുന്നണിയും നോക്കണ്ട, ഇടത് വലത് BJP തുടങ്ങിയ എല്ലാവരും മുന്നണിയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ട് നമ്മൾ എല്ലാ ജനപ്രതിനിധികളെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ 84 പേർക്കും, അതിനൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മേയറും ഒക്കെ അടങ്ങുന്ന വലിയൊരു സ്വീകരണ പരിപാടി കോഴിക്കോട് 13-ാം തീയതി നടത്തുന്നുണ്ട്. ആയഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ ഡെവലത്ത് അധ്യക്ഷത വഹിച്ചു. തോണിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് അഞ്ചേരിയിൽ തുടക്കം കുറിച്ച് കച്ചവട സാധനങ്ങൾ ചരക്ക് അയഞ്ചേരിയിലേക്ക് വന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ നിന്ന് 5 പതിറ്റാണ്ടിൻ്റെ പിൻബലത്തിൽ അത് പിന്നിട്ടപ്പോൾ ഒരു വികസനത്തിൻ്റെ വിപ്ലവം രചിച്ച് വടകര താലൂക്കിൻ്റെ വ്യാപാര മേഖലയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടാണ് അയഞ്ചേരി ടൗണിൽ ഇന്ന് കാണുന്ന വികസന വിപ്ലവത്തിൻ്റെ അയഞ്ചേരിയായി മാറുകയെന്ന് തോന്നുകയാണ്. പക്ഷേ ഇടക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാടിനെയൊക്കെ ദുരിതത്തിലാക്കി പ്രയാസത്തിലാക്കി നമ്മൾ പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ ചേർത്ത് വെക്കാനും മറന്നുപോയ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു വരുന്നു, കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം. അതിനുശേഷം ആയഞ്ചേരി എന്തോ അറിയില്ല, കുറച്ചു കാലമായി 4-5 വർഷമായി പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള ഒരു വ്യാപാരോത്സവത്തിനായി ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ച് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച്മെൻറ്റ് ചെയ്തത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യാപാര മേഖലയിലേക്ക് ആളുകൾ കടന്നു വരാനും ന്യായമായ വിലയിൽ ആളുകൾക്ക് സാധനം കൊടുക്കാനുമുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ് ഈ വ്യാപാരോത്സവം. കാലത്തിനൊപ്പം സഞ്ചരിക്കാനും നാടിനെയും സമൂഹത്തെയും നാട്ടുകാരെയും ചേർത്ത് വെക്കാനുമുള്ള ഒരു ബഹുസ്വരതയായി നമ്മൾ ഈ പരിപാടി കാണുകയാണ്. ചടങ്ങിൽ വെച്ച് ജനപ്രതിനിധികൾക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു. KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം രാമനാട്ടുകര, ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ ആസിയ ടീച്ചർ, വൈസ് പ്രസിഡന്റ് കണ്ണോത്ത് ദാമോദരൻ, ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ കമ്മന, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം വടകര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുറിച്ചാണ്ടി ഹാരിസ്, നൊച്ചാട് കുഞ്ഞബ്ദുള്ള, PK ദേവാനന്ദൻ, AP ഹരിദാസൻ, ചേമ്പറ്റ ഹമീദ് മാസ്റ്റർ, മുത്തുത്തങ്ങൾ, M ഇബ്രാഹിം മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് MK സത്യൻ, സെക്രട്ടറി ലത്തീഫ് മാനത്താനത്ത്, മുസ്തഫ മാട്രിക്സ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രൻ ചൈത്രം സ്വാഗതവും
യൂണിറ്റ് ട്രഷറർ ബൈജു ചെട്ടിയാങ്കണ്ടി നന്ദിയും പറഞ്ഞു. വ്യാപാരി കുടുംബങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് സംഗമം ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഈ ഒരു ഡസ്റ്റ് പാന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. കരയാണൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് 1 മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.